ഗായ്സ് അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തള്ളി നീക്കാം. ആദ്യം തന്നെ ബോട്ട് ജെട്ടിയിലാണ് ഞാനുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. കാരണം ഞാൻ രാവിലെ ഒരു 9 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് രാവിലെ ഫ്രഷ് ആവലും ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാഴ്ചകളെല്ലാം കാണാൻ ഇറങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കാണുന്ന പോലത്തെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പാടങ്ങളോ വയലുകളൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലാ പാടത്തും വെള്ളമാണ് അധികം കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുട്ടനാടിൻ്റെ ഒരു ഭംഗി അത് തന്നെയാണ്. പിന്നെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നത് ഈ പാടത്ത് ഒരുപാട് താറാവ് കൃഷിയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിട്ടുള്ള കൈനഗിരിയിൽ എത്തിയിട്ടുണ്ട്. കൈനഗിരി റൈഡാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോട്ട് അവിടുന്ന് അതായത് സ്വന്തമായിട്ടൊരു ബോട്ട് എടുത്ത് അതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഇതിനു മുമ്പ് ഞാൻ പലവട്ടം ആലപ്പുഴ പോയിട്ടുണ്ടെങ്കിലും കൈനഗിരി ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കൈനഗിരി വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ കാഴ്ച തന്നെ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് മതിമറന്നുപോയി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ലുക്കായിരുന്നു കാണാൻ. അങ്ങനെ കൈനഗിരിയുടെ അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബോട്ടുകൾ ഞങ്ങളുടെ ബോട്ടിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. കുറേയൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. ഞാൻ കൂടുതൽ വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചിരുന്നത് ഈ രണ്ട് സൈഡിലുള്ള ഗ്രീനറിയുള്ള, അതായത് ഈ തെങ്ങും തോപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഈ പായലും ഈ കായലും പിന്നെ അതുപോലെ തന്നെ ദൂരെ കാണുന്ന കുഞ്ഞു കുഞ്ഞു പാലങ്ങളും പിന്നെ ചർച്ചിൻ്റെ ഗോപുരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് വിഷ്വലിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ കൊച്ചു കൊച്ചു വള്ളങ്ങളെല്ലാം തുഴഞ്ഞ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൈനഗിരിയുടെ ആ ഭംഗി ഞാൻ ഒട്ടും കുറയാതെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഗായ്സ്, നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും പറയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് ഈ ഒരു യാത്രയിൽ കൂടെ കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വെന്നീസിലെ വ്യാപാരി, പിന്നെ അതുപോലെ തന്നെ ആമേൻ, അങ്ങനെയുള്ള കുറേ സിനിമകളിലൊക്കെ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തോന്നും അവിടെയൊക്കെ പോയി ജീവിച്ചാൽ എന്ത് രസം ഉണ്ടായിരിക്കുന്നു. ശരിക്കും ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ സ്ഥലങ്ങളും. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷ്വൽസ് എല്ലാം നമുക്ക് മനസ്സിലേക്ക് വരും. ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോൻ്റെ കൂടെ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തുകൊണ്ട് എന്താ കാര്യമല്ലേ, കുറച്ച് നേരം നിങ്ങൾ വീഡിയോ കാണി, എന്നിട്ട് നിങ്ങൾ തന്നെ പറയും എങ്ങനെ ഉണ്ടായിരുന്നെന്ന്.
സോ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അത്യാവശ്യം ലോങ് പിന്നിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അത്യാവശ്യം ജനവാസ കൂടുതലുള്ള ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഏതായാലും നല്ല ഒരുപാട് വീടുകൾ, അതായത് ഓരോ വീടിനും ഓരോ ബോട്ട് എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞു കുഞ്ഞു വള്ളങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അവരെല്ലാം മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണെന്ന് കൂടുതൽ തോന്നുന്നത്. ഇവിടെയുള്ള അധികം ആളുകളും മീൻ പിടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ കാഴ്ചകളിലെ കുറേ കാഴ്ചകൾ മിസ്സായിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് മീൻ പിടിക്കുന്ന സീനറീസൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. കാരണം എല്ലാ വീടുകളുടെയൊക്കെ അടുത്ത് നിന്നിട്ട് അവർ വല വീശി പിടിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കരഭാഗത്തോട് അടുപ്പിച്ചിട്ടാവും അവർ മീൻ പിടിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളേതായാലും കരഭാഗത്തോട് അടുത്തൂടെ ചില സമയത്ത് മാത്രമേ പോകുന്നുള്ളൂ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ മിസ്സായിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. സോറി ഗൈസ്, ആ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് എടുക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും വേറെ ഒരുപാട് ട്രിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു കാഴ്ചകളും ഞാൻ ഇനി മിസ്സാക്കൂല. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഞാനിതിന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ശരിയായ കുട്ടനാട് ജീവിതം കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും കൈനഗിരി എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. കൈനഗിരി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും കുട്ടനാടിൻ്റെ, അതായത് കുട്ടനാട്ടിലെ ജനങ്ങൾ നമ്മളൊക്കെ ഈ നമ്മുടെയൊക്കെ ഭാവനകളിലും പിന്നെ അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ കാണുന്ന ആ കുട്ടനാടുണ്ടല്ലോ, അതാണ് ശരിക്കും കൈനഗിരി. ആ ഒരു ലൈഫ് നമുക്ക് ഇവരിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ കൈനഗിരി മൊത്തത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. അതായത് ഈ സൈഡിലൊക്കെ ഉള്ള വീടുകളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വെള്ളത്തിനും താഴെയാണ് ആ വീടുകളൊക്കെ നിൽക്കുന്നത്. എന്നിട്ടും ആ ഒരു വീട്ടിലേക്ക് വെള്ളം കയറാത്ത രീതിയിലാണ് ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും പിന്നെ അതുപോലത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം ആരുടെ ബുദ്ധിയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അത്രക്ക് എന്താ പറയുക, അത്രക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത്. യാത്ര വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറെയും ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഹൗസ് ബോട്ടൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകും. അതായത് ദൂരെ കണ്ട ഒരു ഹൗസ് ബോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു ബോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടൊരു ചെറിയ വെള്ളം വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഫുൾ മറ്റേ താബൂക്കാണ്. അതായത് വീട് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ടയാണ്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കിയാൽ പറ്റില്ല. കാരണം അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഉള്ള സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇതുപോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ലക്ഷറി ഹൗസ് ബോട്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്ത് കാണുന്ന കാഴ്ച ആവില്ല ഇനി പിറ്റേ ദിവസം വരുന്ന സമയത്ത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരു സ്പീഡ് ബോട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്പീഡ് ബോട്ടിനകത്ത് 2 ആളുകൾ ഇരിക്കുന്നത് കണ്ടോ? അവർ ഇവിടെ ഏതോ ഒരു വീട്ടിൽ വിരുന്നുകാരായിട്ട് വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഈ ഒരു സെറ്റപ്പാണുള്ളത്. അതായത് നമ്മൾ റോഡ് മാർഗ്ഗമുള്ള ട്രാൻസ്പോർട്ടിനേക്കാളും കൂടുതലുള്ളത് ഈ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവും നമുക്ക് വരാൻ പറ്റുക. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം തന്നെ ആയിരിക്കും. ഇനി എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആലപ്പുഴയിൽ ഇവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം. അതായത് ഇവരിൽ ഒരാളായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇവരുടെ ലൈഫും കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പം ഞാൻ ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് സ്ഥലങ്ങളെല്ലാം കാണുക, അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, ജസ്റ്റ് കറങ്ങുക, തിരിച്ചു പോവുക. പക്ഷേ അതായത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ഇവരുടെ ലൈഫിൻ്റെ ആ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ ഒരാളായിട്ട് തന്നെ നമ്മളിവിടെ ജീവിക്കണം. അങ്ങനെ കുറച്ച് ദിവസം ജീവിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വല്ല പാക്കേജും കിട്ടുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്, അതായത് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതായത് നമ്മൾ ഏകദേശം ഹാഫ് ആൻ അവറിൻ്റെ മേലെ നമ്മൾ കറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഇപ്പോൾ റിട്ടേൺ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണാൻ പറ്റും. അതായത്
ഓരോരോ ഐലൻഡ്, കുഞ്ഞു കുഞ്ഞു ഐലൻഡ്, ഈ ഓരോ ഐലൻഡിനകത്തും ഓരോരോ റിസോർട്ടുകൾ ഉണ്ടാവും. ചെറിയ ചെറിയ ഐലൻഡ് ആവും. അത്യാവശ്യം നല്ല വെള്ളം കയറുന്ന സമയത്ത് ആ ഐലൻഡിലേക്കും വെള്ളം കയറും, അതിനകത്തുള്ള റിസോർട്ടിലേക്കൊക്കെ വെള്ളം കയറുന്ന ആ തരത്തിലുള്ള റിസോർട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് റിസോർട്ടുകളുടെ ഒരു ചാകര തന്നെ കാണാനുണ്ട്. അതായത് അത്യാവശ്യം നല്ല പ്രീമിയം ലക്ഷറി റിസോർട്ട്സാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലുള്ളത്. നമ്മുടെ സിനിമാ താരങ്ങളുടെ, മലയാള സിനിമാ താരങ്ങളുടെ ഒക്കെ ഒരുപാട് വില്ലാസും പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഗോപി സുന്ദറിൻ്റെ റിസോർട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിജു മേനോൻ്റെ റിസോർട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഗോപി സുന്ദറിൻ്റെ റിസോർട്ട്. ഈ ഒരു വിഗ്രഹവും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ഓടിട്ടിട്ടുള്ള ആ കാണുന്നൊരു വില്ല പോലത്തെ സെറ്റപ്പ്, ഈ ഒരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഭയങ്കര നാച്ചുറലി ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല ഡിസൈനാണ് ഇതിനകത്തുള്ളത്. പുള്ളിക്കാരൻ പാട്ടെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിജു മേനോൻ്റെ റിസോർട്ട് കുറച്ച് അപ്പുറത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു തമിഴ് സംവിധായകനായ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്നോട് ആ തോണിക്കാരൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ റിസോർട്ടുകളൊക്കെ എല്ലാ അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ റിസോർട്ട്സും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയയാണിത്. അത്യാവശ്യം സെലിബ്രിറ്റീസ് എല്ലാം ഇവിടെയാണ് അവരുടെ റിസോർട്ടുകളും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുള്ളത്. നമുക്കിവിടുന്ന് പിന്നെ അതുപോലെ തന്നെ നല്ല അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നോക്കിയാൽ മതി. കണ്ടാവും, ഒരു ദ്വീപാണിത്, ഒരു ചെറിയ കുഞ്ഞു സ്ഥലം, അതിനകത്താണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് റിസോർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ പണി പൂർത്തിയായിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം അത്യാവശ്യം റിച്ച് പീപ്പിൾസിൻ്റെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ആയിരിക്കും. നമുക്കേതായാലും ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, ആ ദൂരെ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ, അതാണ് ബിജു മേനോൻ്റെ റിസോർട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല, ഈ ഏരിയയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിസോർട്ട് ഇതാണ്. ഇവിടെ അത്യാവശ്യം വലിയ കൺവെൻഷൻസും കാര്യങ്ങളെല്ലാം നടത്താറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത്യാവശ്യം അതിന് പറ്റിയ സ്പേസ് ഉള്ള ഒരു റിസോർട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ഒരു ഓടിട്ട വീട് പോലത്തെ സംഭവം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു തമിഴ് ഡയറക്ടറിൻ്റെ റിസോർട്ട് ഉണ്ടെന്ന്. അതാണ് അത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. വേറൊരു അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കി നിങ്ങൾ, അതായത് വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അതായത്
ഈ കൊച്ചു ദ്വീപ്, ഈ ദ്വീപ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു മണ്ണ് കൂട്ടിയിട്ടിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഭൂപ്രതലം. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത്, അതായത് വെള്ളത്തിലാണ് ഈ തെങ്ങ് നിൽക്കുന്നത് ശരിക്കും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. സൈഡുകളിലുള്ള ഈ വീടുകളൊക്കെ വെള്ളത്തിനും താഴെയാണ്, അതായത് ജലനിരപ്പിനും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പോകുമ്പോൾ ഈ പാലം കാണിച്ചിരുന്നോയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ ഞങ്ങളുടെ ബോട്ട് ഏതായാലും ആ തൂണിലടിക്കാൻ പോയി. ആ സമയത്ത് എന്നോട് കൈയൊന്ന് അവിടെ ജസ്റ്റ് ഒന്ന് താങ്ങാൻ പറഞ്ഞ്, ജസ്റ്റ് ആ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ആകെ ഒരു ഡ്രൈവറല്ലേ ഉള്ളൂ. അങ്ങനെ വീണ്ടും പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച കണ്ടോ, അതായത് വെള്ളത്തിനും താഴെയാണ് ഈ വീടുകളെല്ലാം സ്ഥിതി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഈ കൈനഗിരിയുടെ കാഴ്ചകളെല്ലാം അവസാനിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് ആലപ്പുഴയിലോട്ട് തന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ്. അതായത് വീണ്ടും നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇത് ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നത് ഞാൻ പോകുന്ന സമയത്ത് കാണിച്ച ആ ഒരു കോളേജാണ്. അത്യാവശ്യം സ്റ്റുഡൻസ് എല്ലാം പഠിക്കുന്ന ഒരു കോളേജ് തന്നെയാണത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഊരു ചുറ്റലെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗായ്സ് വീണ്ടും കാണാം. ബൈ.